അപ്പോൾ നോമ്പ് തുറക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നത്. അപ്പോൾ എന്താക്കുക, ഫസ്റ്റ് ഒരു ഫ്രൈ പാൻ എടുക്കുക, അതിൽ കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കുക, ഉള്ളി നല്ല വാട്ടിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് തന്നെ പച്ചമസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുമ്പോഴേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പും പിന്നെ ഒരു വിനീഗറും ഒരു കെച്ചപ്പ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇതിലേക്ക് തന്നെ എന്താക്കുക, ഒരു ചിക്കൻ മസാല പൊടിയും പിന്നെ ഒരു പിഞ്ച് ഗരം മസാലപ്പൊടിയും ഒരു പിഞ്ച് പെപ്പർ പൗഡറും ഇട്ടിട്ട് മിക്സാക്കുക. എന്നിട്ട് വേഗം അതിൽ തന്നെ കറിച്ചപ്പും മല്ലിച്ചപ്പൊട്ടി സൈഡിലാക്കിയിട്ട് വെക്കുക. പിന്നെ വേവിച്ച മുട്ട ഇങ്ങനെ കട്ടാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് സ്വിറ്റ്സിൻ്റെ സമൂസ ഷീറ്റാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടാക്കിയിട്ട് ഒരു പ്ലസ് മാതിരിയൊക്കെ ഉണ്ടാക്കിയ മസാല സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് എന്താക്കുക, കട്ടാക്കി വെച്ചാൽ മുട്ട ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ മടക്കിയെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇപ്പോൾ തേച്ചുകൊണ്ടുള്ളത് മൈദേൻ്റെ പേസ്റ്റാണ് തേക്കുന്നത്. അതെങ്ങനെ അല്ലെങ്കിൽ ഒരു 2 സ്പൂണും കുറച്ച് വെള്ളത്തേക്ക് 2 സ്പൂണും മൈദ ഇട്ട് കലക്കിയത്. എന്നിട്ട് അത് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ തേച്ചിട്ട് നല്ല ടൈറ്റാക്കിയിട്ട് തന്നെ റാപ്പാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇത് എന്താക്കുക, നല്ല നല്ല ചൂടുള്ള ഓയിലിലേക്ക് ഇത് ഡീപ് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് നഗറ്റ്സും ഉണ്ടായിന് നോമ്പെറുക്കാൻ. അപ്പോൾ അത് ആണ് ഇപ്പോൾ ഇതിൽ ഫ്രൈ ആയിക്കൊണ്ടുള്ളത്. അപ്പോൾ അതേ ചൂടായ എണ്ണയ്ക്ക് തന്നെയാണ് ഞാൻ എന്താക്കിയത്, ഓരോന്ന് ആയിട്ട് എഗ്ഗിൻ്റെ സ്നാക്ക് എടുത്ത് നല്ല ഗോൾഡൻ കളർ ആകുമ്പോഴേക്ക് അതിനെന്താക്കുക, എണ്ണയിൽ കോരി മാറ്റുക. പിന്നെ ഇന്നേക്കുള്ള ജ്യൂസിൻ്റെയാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. കുറച്ച് ഡേറ്റ്സ് എടുത്ത് പിന്നെ അതിലേക്ക് അത്തിപ്പായവും പിന്നെ മുന്തിരി ഇട്ടെടുത്ത് പിന്നെ ബദാമും ഇട്ട് കുറച്ച് പാലൊഴിച്ചിട്ട് പഞ്ചസാര വേണമെങ്കിൽ മാത്രം കുറച്ച് പഞ്ചസാര ഇടുക. ഇല്ലെങ്കിൽ പഞ്ചസാര യൂസ് ആക്കാത്തവർക്ക് ഹണി വേണമെങ്കിൽ ചേർക്കുക. എന്നിട്ട് അത് നല്ലവണ്ണം അരച്ച് കൊടുത്ത് പിന്നെ കുറച്ച് മാങ്ങ ഉണ്ട് അതിന്, പഴുത്ത മാങ്ങ. അപ്പോൾ ആരും ഒന്നും ഇരിക്കണ്ട, ഇത് എന്തിങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടാവില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വേറെ ഒരു ഇതായിട്ടൊന്നും തോന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ സിമ്പിൾ റെസിപ്പി അല്ലേ, ഉണ്ടാക്കാനും എളുപ്പം, നല്ല ടേസ്റ്റുമാണിത്, എല്ലാവർക്കും ഇഷ്ടപ്പെടും.